രാവിലെ ഒരു വള്ളി പിടിച്ച്, വള്ളിയാണോ എന്തോ ഗുരുവാണോ, വന്നപ്പോൾ തോണ്ട ആ മുളങ്കമ്പിൽ അങ്ങോട്ടൊന്ന് കാണിക്കും. ആ മുളയിലൊരു താണ്ടൊരു ബോക്സ് ഇങ്ങനെ തട്ടിക്കിടന്നേ. നമ്മൾ വിചാരിച്ചിട്ട് എന്തെങ്കിലും ആയിരിക്കും. അപ്പുറം അപ്പുറം ഒന്നും പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചപ്പോൾ ഞാൻ മൊത്തം തുറക്കാൻ നിൽക്കുന്നില്ല. പ്ലാവിൻ്റെ ഒരു തടിയാണ്. ഇതെന്തുവാണെന്ന് പറഞ്ഞോ, പ്ലാവിൻ്റെ ഒരു വലിയ തടി പീസ്. അതിനകത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ആണിയൊക്കെ അടിച്ചിട്ടുണ്ട്. ആണിയൊക്കെ അടിച്ച് എന്തോ ആവാഹിച്ചെങ്ങാണ്ട് കൊണ്ട് കളഞ്ഞ് എൻ്റെ ഗുരു കൊണ്ടുപോകാൻ എന്നെ. ഞാൻ ഇത് അറിയാതെ തൊട്ട വള്ളി കേട്ടോ, എന്തുവാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് അതുപോലെ തന്നെ അങ്ങ് പോട്ടെ. ഇതൊക്കെ ചെയ്യുന്നവരെ അതല്ല ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യരുണ്ടെന്ന് അതൊന്നും അറിഞ്ഞൂടാ. ഇതെന്തുവാ സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ ഇതൊന്നും ശരിയുള്ള കാര്യമല്ല ആരും ചെയ്താലും. ഈ ആറും പുഴയൊക്കെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയൊക്കെയുള്ള കേട്ടോ. അതിനകത്ത് വേസ്റ്റ് ഇടുന്നതിനേക്കാളും വലിയ പണികളായത്. എന്തായാലും അതിരാവിലെ കിട്ടിയ വള്ളി കൊള്ളാം. പ്ലാവിൻ്റെ പീസിനകത്ത് എന്തൊക്കെയോ ഡിസൈനൊക്കെ വരച്ചിട്ട് കുറേ അലൂമിനിയം കണക്കുള്ള ആണിയാന്ന് തോന്നുന്നു. അതോ വെള്ളി സിൽവറിൻ്റെ ആണിയാന്ന് തോന്നുന്നു. കുറേ അടിച്ചിട്ടുണ്ട്, മൊത്തം പൊട്ടിക്കാൻ നിന്നില്ല. ആദ്യം കണ്ടപ്പോഴേ പകുതി ജീവനങ്ങ് പോയി. എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ ഇനി വല്ല ആവാഹിച്ചെങ്ങാണം ഈ പ്ലാവിൻ്റെ തടിക്കകത്ത് എന്തെങ്കിലും ആവാഹിച്ചൊക്കെ കൊണ്ട് ഒഴുക്കിയതാണോ എന്തോന്നോ അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ചിലർക്ക് വിശ്വാസം കാണും, ചിലർക്ക് വിശ്വാസമില്ലാത്തവർ കാണും. എന്തായാലും മൊത്തം ലോക ജനസംഖ്യയിൽ 1% പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ബാക്കി അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് സമാധാനിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കാണുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നാലും ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് മുളങ്കമ്പ് ഓടിച്ചുകൊണ്ട് വന്ന് ഞാനിത് വണ്ടിയെടുത്ത് ഞാൻ വിചാരിച്ചിനി വല്ല കള്ളപ്പണം കാണാൻ ഒഴുക്കി ആറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ ഇവർ ഈ പൈസയോ അല്ലെങ്കിൽ അങ്ങനെ വല്ല എന്തെങ്കിലും ഇനിയിപ്പോൾ വല്ല ഡ്രഗ് ഐറ്റമോ അങ്ങനെ വല്ലതും ഒക്കെ എടുത്ത് ഈ പുഴയെ കളയുന്ന കഥകളൊക്കെ ഇവിടെ മുമ്പും കേട്ടിട്ടുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതേപോലെ സംഭവം ഇതേപോലെ കിട്ടിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഒരാവേശത്തിന് കൗതുകം ലേശം കൂടിപ്പോയി. ശരി എന്തിനാ തുറന്നേന്ന് പറഞ്ഞുള്ള കമന്റ്സ് ആയിരിക്കും.